CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ CA വിജയരാഘവൻ്റെ വർഗീയ പ്രസ്താവന ഒറ്റപ്പെട്ടതായിരിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതിയത്. ഒറ്റപ്പെട്ടതായിരിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ CPM കൂടി വന്ന് അതിനെ മുഴുവൻ പിന്തുണച്ചിരിക്കുകയാണ്. അതിനർത്ഥം ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതുപോലെ കേരളത്തിലെ CPMൻ്റെ അജണ്ട മാറി. സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഭൂരിപക്ഷ വർഗീയ പ്രീണനവുമായി CPM രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് കുടപിടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് CPM പോകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി വരെ പറയുകയാണ്, വയനാടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കുണ്ടായ ഉജ്ജ്വലമായ വിജയം 4,10,000 വോട്ട്, അത് ന്യൂനപക്ഷ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചതാണ് CPM. വയനാട്ടിലെ മുഴുവൻ ജനവിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ആ വിജയത്തിൻ്റെ ഗ്രേസ് കളയാനും അതിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാനും CPM ശ്രമിക്കുന്നത് CPMഉം സംഘപരിവാറും തമ്മിലുള്ള ദൂരം അകലെയല്ല എന്ന് കാണിക്കുന്നതിന് തുല്യമാണ്. സംഘപരിവാർ കുറേ നാളുകളായി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അവരിപ്പോൾ ചെയ്തത് കണ്ടില്ലേ? പാലക്കാട് ചിറ്റൂരിലെ നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തി. വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും UP യിലും സംഘപരിവാർ ചെയ്യുന്ന അതേ പരിപാടി ഇവിടെ കേരളത്തിലും ആവർത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ആരാണ് ഇതിന് ഒരു പിന്തുണ കൊടുക്കുന്നത്? പിന്തുണ കൊടുക്കുന്നത് CPM ആണ്. CPMൻ്റെ ഈ ഒരു വർഗീയ പ്രീണന നയമാണ് BJPക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണയായി മാറിയത് യഥാർത്ഥത്തിൽ. എന്നിട്ട് ക്രിസ്മസ് കാലത്ത് കേക്കുമായിട്ട് പോവാണ്. ക്രൈസ്തവ പ്രീണനം ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുടെ രൂപത്തിലാണ് ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് സംഘപരിവാർ പോകുന്നത്. അവരുടെ യഥാർത്ഥ മുഖമാണ് പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ കണ്ടത്. ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകത്ത് ആരെങ്കിലും തടസ്സപ്പെടുത്തുക? കേരളത്തിൽ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും. എല്ലാ ജാതി മതസ്ഥരായ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ പേരിൽ സ്കൂളിലേക്ക് നുഴഞ്ഞു കയറി ബഹളമുണ്ടാക്കുക, അതൊന്നും കേരളത്തിൽ ഒരു കാരണവശാലും വെച്ചു പൊറിപ്പിക്കാൻ അനുവദിക്കില്ല, ആവർത്തിക്കാൻ അനുവദിക്കില്ല. അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. എന്തായാലും CPMൻ്റെ തനിനിറം പുറത്തു വന്നിരിക്കുകയാണ്. അവരുടെ പൊയ്മുഖം അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ മുഖം. ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് CPMഉം പിണറായി വിജയനും നടത്തുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ വിജയരാഘവൻ ഇത് സംസാരിച്ചതും ഇന്ന് വിജയരാഘവനെ പിന്തുണച്ച് CPM നേതാക്കൾ എത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു നിലപാട് CPM ഒരു കാലത്തും എടുത്തിട്ടില്ല. അത്രയും ജീർണതയാണ് ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നത്. സംഘപരിവാറിനെ ഭയന്നാണ് CPM നേതാക്കൾ ജീവിക്കുന്നത്. അതാണ് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള പ്രശ്നം. ഈ വിജയരാഘവന്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ഒരു വിമർശനമാണ്. അതെങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായ വിമർശനമായി കോൺഗ്രസ് കാണുന്നു എന്നുള്ളതാണ് CPM ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അല്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൻ്റെ പുറകിൽ ഉള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞത്. 4,10,000 വോട്ടിൽ അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ സഹായത്തോടു കൂടിയാണ്. അതാണോ പറയേണ്ടത്? പിന്നെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എന്നാണ് ഇത്രയും പ്രശ്നം CPMന് ഉണ്ടായി തുടങ്ങിയത്? CPM പരസ്യമായി, ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചു തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര LDF ആളുകൾ മത്സരിച്ചിട്ടുണ്ട്? SDPI പിന്തുണയോടുകൂടി എത്ര ആളുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്? കേരളത്തിൽ 3 പതിറ്റാണ്ടായി ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടുള്ളത് LDFനെയാണ്. ഞാനൊക്കെ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പിലും LDF സ്ഥാനാർത്ഥിയാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയോട് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി CPMന് വർഗീയ പാർട്ടിയായി മാറിയത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര LDF സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട്? ഇപ്പോൾ SDPIയുടെ പിന്തുണ ഈരാറ്റുപേട്ടയിൽ SDPIക്ക് പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ? CPMന് ഒരു വാർഡ് കിട്ടിയത് 0 വോട്ടാണ്.
CPM സ്ഥാനാർത്ഥിക്ക് 0 വോട്ട്, മുഴുവൻ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് SCPIക്ക് പറിച്ചു കൊടുത്തു. എത്ര സ്ഥലത്താണ് SCPI ആയിട്ട് ചേർന്ന് ധാരണ CPM ഉണ്ടാക്കിയത്? അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി, അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി. CPM ആണ് ഇവർക്കെല്ലാം ലേബലിടുന്നത്. CPM എന്താണ് അവർ പറയുന്നതിൻ്റെ സാങ്കത്യം? അവരുടെ കൂടെ ആയിരുന്നില്ല ഇവരെല്ലാവരും. ഇപ്പം എന്താണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ജമായത്ത് ഇസ്ലാമി വിരോധം, ഒരു മുസ്ലിം വിരോധം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. തിരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം CAA എന്നല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചത്. നിങ്ങൾ 35 ദിവസത്തെ ആദ്യത്തെ പ്രസംഗം എടുത്ത് നോക്ക്, പത്രസമ്മേളനം എടുത്ത് നോക്ക്. CAA ഇപ്പം CAA കുറിച്ച് മിണ്ടല്ലോ. എന്താ CAA പോയോ? പാർലമെൻറ്റ് ഇലക്ഷനിൽ 35 ദിവസമാണ് CAA എന്ന് പറഞ്ഞത്. അത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ CAA എന്ന് നാവിന്ന് വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ. ഇതൊക്കെ ആർക്കാ മനസ്സിലാകാത്തത്? മുഖ്യമന്ത്രിയുടെ പേര് വന്നു എന്ന് പറയുന്ന ഹിന്ദു ലേഖനം, അതിനുശേഷം ഈ CPM നേതാക്കളുടെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സംസ്ഥാനത്ത് CPM അതിന്റെ മുഴുവൻ അജണ്ടയും മാറ്റി എന്ന് കരുതുന്നു. അതാണ് കൃത്യമായ ചോദ്യം. അതാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം. സെപ്റ്റംബർ 11-ാം തീയതി ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു PR ഏജൻസി കൊടുക്കുന്നു. മലപ്പുറത്തെക്കുറിച്ച്, സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ചൊരു വാർത്ത അല്ലേ. 21-ാം തീയതി മുഖ്യമന്ത്രി ഇവിടെ പത്രസമ്മേളനം നടത്തുന്നു, ഇതേ കാര്യം പറയുന്നു. 29-ാം തീയതി ഹിന്ദുവിന് കൊടുക്കുന്നു, ഒരു മാസം സെപ്റ്റംബറിൽ ഇലക്ഷൻ അല്ല. പിന്നെ ഒക്ടോബർ 4-ാം തീയതി നോർത്തിലെ ഇലക്ഷൻ നടക്കുകയാണ്, ചില സ്റ്റേറ്റിൽ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും. എന്നിട്ട് ഹിന്ദുവിൽ ആ വാർത്ത വന്നു, അതിനെ തള്ളിപ്പറഞ്ഞു, ഹിന്ദു കറക്റ്റായി പറഞ്ഞു. എന്നിട്ട് ആ PR ഏജൻസി കൊടുത്ത PR ഏജൻസി മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാത്ത വാക്ക് എഴുതി കൊടുത്ത PR ഏജൻസിക്കെതിരെ കേസ് കൊടുത്തോ? ഞാനന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു MLAയുടെ മകൻ മുൻ MLAയുടെ മകൻ അടുത്തുണ്ടായിരുന്നു എന്നോട്. ആ MLAയുടെ മകനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞൊരു ശകാരം പോലും ഞാനറിയാതെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വാർത്ത എഴുതി കൊടുത്തെന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ സെപ്റ്റംബർ 11-നും 21-നും 29-ാം തീയതി ഒറ്റ അജണ്ടയാണ്. അതാണ് കേരളത്തിലെ, ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ കേരളത്തിലെ CPMൻ്റെ അജണ്ട മാറി, അതാണ് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒരു കാര്യം CPM മനസ്സിലാക്കിക്കോ, 87 EMS രീതി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. 87 അല്ല 2024. ഇവരങ്ങനെ എടുത്തു പൊക്കോട്ടെ, നമുക്ക് നല്ലതല്ലേ. പക്ഷെ നമുക്കുള്ള വിഷമം കേരളത്തിനെ ഇങ്ങനെ വർഗീയമായി കീറി മുറിക്കാൻ ഭരണകക്ഷിയായ CPMൻ്റെ നേതൃത്വത്തിൽ ശ്രമിക്കും. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് കൂടി അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പൊതുസമൂഹത്തിനും ആഗ്രഹമുണ്ട്. ഈ ലൈനാണോ ഇടതുമുന്നണിയിലെ ബാക്കി കക്ഷികൾക്ക് വരുന്നത്? ഈ ഭൂരിപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് CPM പോകുന്നു, അങ്ങനെയാണോ? അല്ല, സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്, ആണല്ലോ. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ, നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, അതിൽ നിന്ന് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് പിടിച്ച് ജയിക്കുക. ആ ഒരു ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയാണ്. അതിന് കൊടപിടിച്ച് കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അതല്ലേ ഡൽഹി പോയി നിങ്ങൾക്ക് ആർക്കും തന്നില്ലല്ലോ ഇവിടെ ഇൻ്റർവ്യൂ. നിങ്ങൾക്ക് ആർക്കും തരാത്ത ഇൻ്റർവ്യൂ ഡൽഹിയിൽ പോയി ദേശീയ ദിനപത്രം ഹിന്ദുവിന് കൊടുക്കുക. ഇവിടെ തരില്ല ആർക്കും ഇൻ്റർവ്യൂ, എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നിട്ടുണ്ടോ? തന്നില്ലല്ലോ. ഡൽഹി പോയി ഹിന്ദുവിന് കൊടുക്കുക. അപ്പോൾ അത് അവിടുത്തെ എഡിഷനിൽ അടിച്ചു വരും. ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ അത് വലിയ ഉപകാരമാവും. അതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യുന്നത്. നിങ്ങളിതൊന്നും അറിയുന്നില്ലല്ലേ. നിങ്ങൾക്ക് തരാത്തൊരു ഇൻ്റർവ്യൂ ഡൽഹി പോയി ഹിന്ദുവിന് കൊടുത്ത് അത് നിങ്ങൾ ചോദിക്കണ്ടേ?